ഹായ് കൂട്ടുകാരെ, നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഒരു കോംബോ സെയിലാണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ എപ്പോഴും പലരും ചോദിക്കുന്ന കുറച്ച് പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറഞ്ഞ വിലയുടെ ഒരു കോംബോ സെയിലാണ് കേട്ടോ. ഒന്നല്ല രണ്ട് കോംബോ ഉണ്ട്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിനെ ബ്ലാക്ക് പോത്തൂസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് മെയിനായിട്ടും റെഡ് ആരോ ഹെഡ് സിങ്കോണിയാണ്. ചില സ്ഥലത്ത് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആരോ ഹെഡ് ഫിലോഡെൻഡ്രോൺ എന്നും കണ്ടു കേട്ടോ. മെയിൻലി ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്ലാന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് സൈസൊക്കെ ആയിട്ടോ കാണിച്ചു തന്നെ. അടുത്തത് ഈ ഒരു സിങ്കോണിയം ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഈ ഫിലോഡെൻഡ്രോണിൻ്റെ പേര് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ടെയിലല്ല കേട്ടോ. ഡ്രാഗൺ ടെയിൽ വേറെ ഉണ്ട്. ഇത് വേറൊരു ഫിലോഡെൻഡ്രോൺ ആണ്. നമ്മൾ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇനിയുള്ള പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ ഇതിലും കുറച്ചുകൂടി വലിയ പ്ലാന്റ്സ് ആണ്. ഇപ്പം ഞാൻ മിനിമം സൈസാണ് കൂടുതലും കാണിക്കാറുള്ളത്. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആ ലീഫിൽ ചെറിയ പ്ലാന്റും ചെറിയ പോട്ടിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ ലീഫിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് സെറ്റായിട്ട് വരികയല്ലേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്കാണ്. ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേഷനൊക്കെ വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിലും കുറച്ചുകൂടി ഭംഗിയുള്ള പാറ്റേൺ നിങ്ങൾക്ക് വേറെ ലീഫിലും കാണാൻ പറ്റും. അപ്പോൾ ഈ പ്ലാന്റിന് നമ്മൾ നേരത്തെ കാണിച്ച സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ കോംബോ നമ്മുടെ കയ്യിൽ കുറച്ച് കോംബോ സെറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം കൺഫേം ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കേട്ടോ നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത പ്ലാന്റ് മറ്റൊരു ഫിലോഡെൻഡ്രോൺ ആണ്. നമ്മളുടെ ഹാർട്ട് ലീഫ് ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ ഇത്. ഹാർട്ട് ലീഫ് ഫിലോഡെൻഡ്രോണിൻ്റെ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ് ഹാർട്ട് ലീഫ് ഫിലോഡെൻഡ്രോൺ. ഒരു 3 to 4 സ്റ്റേജുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് സൈസാണ്. സിംഗിളായിട്ട് കൊടുക്കാൻ തൽക്കാലത്തേക്ക് നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല. കോംബോയിൽ മാത്രമായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഇതേ മദർ പ്ലാന്റിൻ്റെ ഒരു ലീഫാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത്. അത് അത്യാവശ്യം നല്ല ഗ്ലേസിങ് ഉള്ളൊരു പ്ലാന്റാണ്. കറക്റ്റ് നല്ലൊരു ആ ഒരു ഹാർട്ട് ലീഫ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ലൗചീന്യത്തിൻ്റെ ഷേപ്പ് കണ്ട് ഇതുപോലൊരു ഷേപ്പിൽ വരും. നമ്മൾ അത്യാവശ്യം വലിയ പോട്ടിൽ ഏതൊരു പ്ലാന്റ് ആ വലിയ പോട്ടിൽ വയ്ക്കാൻ പറ്റില്ല. ആ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡൊക്കെ അപ്പോൾ വയ്ക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പം ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത്. അടുത്തത് നമ്മളുടെ പിങ്ക് പ്രിൻസസ് ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രിപ്പറേഷന് വെച്ചതാണെങ്കിലും കുഞ്ഞായിട്ട് സ്പ്ലാഷായിട്ട് കളർ കയറി വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ പ്രിപ്പറേറ്റ് ചെയ്താണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളതിൽ മിനിമം സൈസാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള പ്ലാന്റ്സൊക്കെയാണ് ഇത് കൂടാണ്ട് ഇനിയുള്ളത്. ഇതുപോലെ സ്പ്ലാഷൊക്കെ കയറി വരുന്നുണ്ട്. ഫിലോഡെൻഡ്രോണിൻ്റെ പിങ്ക് പ്രിൻസസ് ഫിലോഡെൻഡ്രോണിൻ്റെ റേറ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് കൂടാതെ നമ്മൾ അടുത്തായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേറൊരു ഫിലോഡെൻഡ്രോണാണ് ഇതിൻ്റെ പേരും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെ ലീഫ് ഫുള്ള് ഗ്രീൻ കളറാണ്. പക്ഷേ ഇതിൻ്റെ തണ്ട് കണ്ടോ ഒരു ഓറഞ്ച് കളറാണ്, യെല്ലോ ഓറഞ്ച് ഷെയ്ഡാണ്. ഇതും ഇനിയിപ്പോൾ നിറമില്ലാത്ത പിങ്ക് പ്രിൻസസിൻ്റെ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുമെന്നാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വരില്ല. ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് നമ്മുടെ പിങ്ക് പ്രിൻസസിൻ്റെ തണ്ടും. പുതിയൊരു കൂമ്പലൊക്കെ വരുമ്പോൾ ഇതുപോലെ റെഡിഷ് ആയിരിക്കും. ഇതിനൊരു ഓറഞ്ച് കളറാണ്. ഇതിൻ്റെ കൂമ്പലൊക്കെയായാലും ഇതിനായാലും ഓറഞ്ച് കളറാണ് വരുന്നത്. ഇത് നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ റെഡിഷ് കളറാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അറിയാവുന്നവർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ പിന്നീട് ഒരു കൺഫ്യൂഷൻ വരരുതല്ലോ ആർക്കും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എടുത്തതൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ വെച്ചേക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇതാണ് ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ തണ്ടിനും കണ്ടോ ആ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കൂടുതലായിട്ട് നിൽക്കുകയുള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് വരുന്നത്. നാലാമത്തെ അല്ല, അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത്. അടുത്തത് നമ്മളുടെ ഈ ഒരു ബ്രസീൽ ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ബ്രസീൽ ഫിലോഡെൻഡ്രോണിൻ്റെ ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഇത് അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. നല്ല ഷെയ്ഡൊക്കെ ആയിട്ട് നല്ലോണം നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 5 ഫിലോഡെൻഡ്രോണും പിന്നെ നമ്മളുടെ ആരോ ഹെഡ് സിങ്കോണിയം, അതിനെ ബ്ലാക്ക് പോത്തൂസ് എന്നും പറയും. പിന്നെ ആരോ ഹെഡ് ഫിലോഡെൻഡ്രോണും ഞാൻ പല സ്ഥലത്ത് ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫിലോഡെൻഡ്രോണിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. എപ്പോഴും എല്ലാവരും വാങ്ങുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ളത് 250 പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഇത്രയും ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സ് കൊടുക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഈ ഒരു ഫിലോഡെൻഡ്രോണൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ഫിലോഡെൻഡ്രോൺ മൈക്കനാണ് കേട്ടോ.
മൈക്കൺസിൻ്റെ ഇത് ഞാൻ അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വൈകുന്നേരമായപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷെയ്ഡ് ഒരു ഒരു മങ്ങൽ പോലെയൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ളൊരു വലിയ പോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം പടർന്നു പോയിട്ടുള്ളൊരു പ്ലാന്റ് ലീഫാണ്. നല്ല രസമായിട്ട് വരും. അടുത്തത് വേറൊരു കോംബോ വീഡിയോ ആണ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു അലോക്കേഷ്യയുടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ലീഫ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തന്നാണ് ആദ്യം തന്നെ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് കണ്ടോ, അപ്രോക്സിമേറ്റ് സൈസാണ്. 3 ലീഫൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച മദർ പ്ലാന്റിന് പോലും 2 ലീഫുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 2 ലീഫ് 1 ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. 2 ലീഫ് 3 ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു അലോക്കേഷ്യ ആണ് കേട്ടോ. ഇതും നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള അലോക്കേഷ്യ ആണ്. ഇതിനു മുമ്പ് നമുക്കിതൊക്കെ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. അതുകൊണ്ട് ഇപ്പോഴാണ് ഇടാൻ പറ്റുന്നത്. ഇതിൻ്റെയും ഒറ്റ തൈയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു ഗ്രീൻ കളർ നല്ല ഭംഗിയായിട്ട് നിൽക്കട്ടെ. ഇപ്പോൾ ആ ചൂടിൻ്റെ ആണ് ആ ഒരു യെല്ലോ ഷെയ്ഡ് പോലെ തോന്നുന്നത്. ഇതുണ്ടോ, ആ ഗ്രീൻ ഷെയ്ഡ് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്ലാന്റ്സിൻ്റെയും കൂടി ഉള്ളൊരു കുഞ്ഞു കോംബോയാണ് കേട്ടോ ഈ ഒരു കോംബോ. ഒരു 70 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത്. ഈ 2 പ്ലാന്റ്സ്, ഈ 2 അലോക്കേഷ്യ പ്ലാന്റിനും കൂടി 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 70 പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ ഈ 2 പ്ലാന്റിനും കൂടി വരുന്നത്. പിന്നെ ഇതൊറ്റ സെറ്റ് പ്ലാന്റേ കൊടുക്കാനുള്ളൂ, അതാണ് തന്നെ പറയാമല്ലോ. അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കും കേട്ടോ. ഓർഡർ അനുസരിച്ചാണ് റിപ്ലൈ കൊടുക്കുന്നത്. അത് 24 മണിക്കൂറിനുള്ളിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോ. നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.